അപ്പം പല ആൾക്കാർക്കും ഈ ഒരു കാലത്ത് കണ്ണിന് സ്ട്രെയിൻ വരാറുണ്ട്, കണ്ണിന് വേദന വന്നിട്ട് പിന്നെ തലവേദന കാര്യങ്ങളിലേക്കൊക്കെ വരാറുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ റൂള് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ണിൻ്റെ സ്ട്രെയിൻ നല്ല രീതിയിൽ ഒഴിവാക്കാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 മിനിറ്റ് നമ്മളൊരു സ്ക്രീനിലേക്ക് നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ 20 സെക്കൻഡ് നേരത്തേക്ക് ഒരു 20 ഫീറ്റ് അകലെയുള്ള ഒരു വസ്തുവിനെ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കണ്ണിന് നല്ല റിലാക്സേഷൻ ഉണ്ടാകുന്നതാണ്. അതാണ് ബേസിക്കലി ഈ ഒരു റൂള് പറയുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു കാലത്ത് കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രീൻ ടൈം ഉള്ളൊരു സാഹചര്യമാണ് അല്ലേ? പണ്ടത്തെ കാലത്തെ പോലെ നമ്മൾ എക്സ്റ്റേണലായിട്ട് ഹാർഡ് വർക്ക് എന്നുള്ള രീതിയെ കാട്ടി വിട്ടിട്ട് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സോഫ്റ്റ് വർക്കുകളിൽ കൂടുതലായിട്ട് എൻഗേജ് ആവുന്ന ഒരു കാലഘട്ടമാണ് അത്. ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആണെങ്കിൽ പോലും അത് നമ്മുടെ കണ്ണിനെ കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണിനകത്തെ മസിൽസിന് അക്കമഡേഷന് സഹായിക്കുന്ന കണ്ണിനകത്തെ മസിൽസിന് ഓവറായിട്ട് സ്ട്രെയിൻ വരാനും പിന്നെ അതിന് വേദന വരാനും നമ്മുടെ മസിൽ ഏക്ക് പോലെ തന്നെ, അതായത് മസിൽ പെയിൻ കയ്യിലും കാലിലും വരുന്ന പോലെ കണ്ണിനകത്തും മസിൽസ് ഉണ്ട്, അതിന് വേദന ക്ഷീണം കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ ഒഴിവാക്കാനായിട്ടാണ് നമ്മളൊന്ന് റിലാക്സേഷൻ എന്നുള്ള രീതിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞ ഈ റൂള്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വളരെ പ്രധാനമായിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് ബ്ലിങ്ക് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കണ്ണിന് ഫ്രണ്ടിലുള്ള ആ ഒരു മെംബ്രെയിൻ ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷനിങ് നടക്കാൻ ബുദ്ധിമുട്ട് വരും, ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ടിയർ പ്രൊഡ്യൂസ് ആകാനുള്ള ഒരു ഡിഫിക്കൽറ്റി വരാനുള്ള സാധ്യതയുണ്ട്. ഡ്രൈനെസ് വന്നു കഴിഞ്ഞാൽ അത് ഇറിറ്റേഷൻ, ഡസ്റ്റിൻ്റെ അക്യുമുലേഷൻ, പിന്നെ ഇൻഫെക്ഷൻ കാര്യങ്ങളിലായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും കണ്ണ് ബ്ലിങ്ക് ചെയ്യണം. ഏകദേശം ഒരു 15 തവണയാണ് പെർ മിനിറ്റ് സാധാരണയായിട്ട് ഈ ഒരു ബ്ലിങ്കിങ് ഉള്ളത്. നോർമൽ സിറ്റുവേഷനിൽ. പക്ഷേ എന്തെങ്കിലും നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് വളരെയധികം കുറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ പറഞ്ഞ ഡ്രൈനസിൻ്റേതായിട്ടുള്ള അസോസിയേറ്റായിട്ടുള്ള പല പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യം കൂടെ ഇടയ്ക്ക് ശ്രദ്ധിക്കുക. നമ്മൾ മനഃപൂർവ്വം കോൺഷ്യസ് ആയിട്ട് തന്നെ കണ്ണിന് ബ്ലിങ്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ കണ്ണ് ചിമ്മുക എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ്. എത്രമാത്രം ചിമ്മുന്നോ ശരിക്കും പറഞ്ഞാൽ അത്രയും നല്ലത്. നമ്മുടെ ഒരു ബ്ലിങ്ങിൻ്റെ ആ ഒരു റേറ്റ് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ കണ്ണിൻ്റെ ലൈഫിൻ്റെ ആ ഒരു വിഷൻ്റെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഏകദേശം ഒരു 15 തവണയാണ് ഒരു മിനിറ്റിൽ ബ്ലിങ്ക് ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങളിപ്പോൾ എത്ര പ്രാവശ്യം ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും സ്വന്തമായിട്ട് ആലോചിക്കുക, താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുക, ശ്രദ്ധിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലിങ്ങിൻ്റെ റേറ്റ് ഒരു പരിധി കൂടുതൽ കുറയും. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനകത്ത് ഡ്രൈനസ് വരാനുള്ള സാധ്യത, കണ്ണിനകത്ത് മാത്രമല്ല കണ്ണിനകത്ത് സപ്ലൈ ചെയ്യുന്ന നെർവ്സിന് ഒരു വിഷയം വരാൻ സാധ്യതയുണ്ട്. കണ്ണിനകത്ത് മസിൽസ് ഉണ്ട്, ആ മസിൽസിന് സ്ട്രെയിൻ വരാനുള്ള സാധ്യതയുണ്ട്, വേദന വരാൻ സാധ്യതയുണ്ട്. അത് പിന്നെ തലവേദനയായിട്ട് പ്രോഗ്രസ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം ബേസിക്കായിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മൾ കോൺഷ്യസ് ആയിട്ട് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം കണ്ണ് ബ്ലിങ്ക് ചെയ്യണം. അതൊരു പ്രാക്ടീസ് എന്നുള്ള രീതിക്ക് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. കാരണം അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് നമുക്ക് പിന്നീട് വരാവുന്നതാണ്. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് പലപ്പോഴും നമ്മൾ അറിയത്തും കൂടി ഇല്ല. തീർച്ചയായിട്ടും നമ്മൾ കോൺഷ്യസ് ആയിട്ട് കണ്ണ് ഇടയ്ക്കിടെ ബ്ലിങ്ക് ചെയ്യുക. നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ സ്ക്രീനിൽ നോക്കുകയാണെങ്കിലോ ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല. പക്ഷെ ഇതൊരു ഹാബിറ്റ് എന്നുള്ള രീതിക്ക് നമ്മൾ ഡെവലപ്പ് ആക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കണ്ണിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ട് നീണ്ട കാലം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അഥവാ എന്തെങ്കിലും ഡിസീസ് എന്നുള്ള രീതിക്ക് ബുദ്ധിമുട്ടെന്നുള്ള രീതിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഐ ഡ്രോപ്സ് ഒക്കെ കിട്ടും. ബേസിക്കായിട്ട് നമുക്കത് മതി. അല്ലെങ്കിൽ ഇപ്പോൾ ഹോമിയോയുടെ ഇത് പറയാന്നുണ്ടെങ്കിൽ യുഫ്രേഷ്യയുടെ ഐ ഡ്രോപ്സ്, സിനറേറിയയുടെ ഐ ഡ്രോപ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്.